ഇത് കഴിഞ്ഞാൽ ഇറാൻ്റെ ശക്തിയുടെ നട്ടലായിട്ടുള്ള മൂന്നാമത്തെ ആൾ മുഹമ്മദ് അലി ജാഫറി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ഒരു ജനറലാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഇറാൻ അജയ്യമായിട്ട് നിൽക്കുന്നതിൻ്റെ പുറകെയുള്ള സൈനിക തന്ത്രത്തിൻ്റെ പ്രധാന നട്ടല്. എന്താണോ സൈനിക തന്ത്രം എന്ന് ചോദിച്ചാൽ, ഇറാൻ്റെ നേതൃത്വം മുഴുവൻ ഈ ഫെബ്രുവരി 28 അമേരിക്ക ഇസ്രായേൽ ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ ഇല്ലാണ്ടായി നമുക്കറിയാം. ആയത്തുള്ള ഖൊമൈനി കൊല്ലപ്പെട്ടു. ഖൊമൈനി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അമേരിക്ക വിചാരിച്ചെന്താ, നേതൃത്വം ഇല്ലാണ്ടായാൽ നഗരത്തിൽ ജനകീയ വിപ്ലവം ഉണ്ടാവും. ജനകീയ വിപ്ലവം ഉണ്ടായാൽ ഭരണകൂടം വീണ് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാവ ഗവൺമെൻറ് അവിടെ വരും. ഇത്രയാണ് അമേരിക്ക നിശ്ചയിച്ചത്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ജനകീയ വിപ്ലവം ഉണ്ടായില്ല. പകരം നേതൃത്വം അവിടെ ഉണ്ടായി. പകരം നേതൃത്വം ഉണ്ടാകുകയും ആ നേതൃത്വത്തിൻ്റെ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിടത്താണ് അമേരിക്ക ഇസ്രായേൽ ഞെട്ടിപ്പോയത്. അവരുടെ ചാരന്മാർക്ക് പോലും അതിനു മുമ്പ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇറാനെ മുന്നോട്ട് നയിക്കുന്നത് ഒരു നേതൃത്വമാണെങ്കിൽ പോലും നേതൃത്വം ഇല്ലാണ്ടായാൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ഇറാൻ ആദ്യം ഉത്തരം കണ്ടിട്ടുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം വാസ്തവത്തിൽ അവർ കണ്ടെത്തിയത് സദ്ദാമിൻ്റെ മരണം കണ്ടുകൊണ്ടായിരുന്നു. സദ്ദാം മരിച്ചപ്പോൾ, അതായത് അമേരിക്കയുടെ പിടിയിൽ സദ്ദാം മരിച്ചപ്പോൾ ഇറാൻ ചിന്തിച്ചത്, ഇത്രയും വലിയൊരു നേതാവ്, ഇത്രയും ശക്തനായിട്ട് നേതാവ്, അദ്ദേഹത്തിന് അതിശക്തമായൊരു സൈന്യം, വളരെ പ്രാചീന സംസ്കൃതിയുടെ പിൻബലമുള്ള ഒരു രാഷ്ട്രം, ഇതെല്ലാം ഒറ്റയടിക്ക് തകർന്ന് അമേരിക്കയുടെ കാലിനടിയിലായി. ഇങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് മനസ്സിലാക്കിയ ഒറ്റ കാര്യമുള്ളൂ, എല്ലാം നിശ്ചയിക്കുന്ന പരമോന്നത നേതാവിൻ്റെ കയ്യിലാണ് എല്ലാമെങ്കിൽ ആ ഒരു നേതാവ് പോയാൽ എല്ലാം പോയി, പിന്നെ ഒന്നും നടക്കില്ല. അപ്പോൾ പരമോന്നത നേതാവ് ഇല്ലാണ്ടായാൽ എങ്കിലും നേതൃത്വം ബാക്കിയുണ്ടാവണം. ആ നേതാവ് ബാക്കിയുണ്ടായാൽ വീണ്ടും നേതൃത്വം ബാക്കിയുണ്ടാവണം. അങ്ങനെ ആ പരമ്പര തന്നെ ഇല്ലാണ്ടായാലോ പാരലായിട്ട് നേതൃത്വങ്ങൾ ഉണ്ടാവണം. ഇത്തരം സമ്പ്രദായമാണ് അവരുണ്ടാക്കിയത്. ഇതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് മൊസൈക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഡിഫൻസ് സംവിധാനത്തെയും ഭരണ സംവിധാനത്തെയും പല യൂണിറ്റുകളായിട്ട് വിഭജിച്ചു. ഇന്ന് ലോകം അറിയുന്നത് ശരിയാണെങ്കിൽ ഇറാൻ അങ്ങനെ 31 യൂണിറ്റായിട്ട് അവരുടെ ഡിഫൻസ് സിസ്റ്റത്തെ വിഭജിച്ചിട്ടുണ്ട്. 31 ലോകത്തിനറിയാവുള്ളൂ. 31 101 നമുക്കറിയില്ല. 31 ഘടകങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ടെന്ന് പറയണം. അതായത് IRGC എന്ന് പറയുന്ന ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് എന്നറിയപ്പെടുന്ന സൈനിക സംവിധാനത്തിന് 31 യൂണിറ്റാണുള്ളത്. ആ ഓരോ യൂണിറ്റിനും അതിൻ്റെ ഒരു പരമാധികാരിയുണ്ട്. എല്ലാ യൂണിറ്റിനും തന്നെ അനേകം ഘടകങ്ങളുണ്ട്. ഒരു പരമാധികാരിയുടെ കീഴിൽ താഴേക്കുള്ള സ്ട്രക്ചറിലല്ല യൂണിറ്റുകൾ. മൊത്തത്തിലൊരു സെൻട്രൽ കമാൻഡ് ഉണ്ടാവും. പക്ഷേ ഓരോരോ പരമാധികാരിയുടെ കീഴിലും പൂർണ്ണമായും സ്വതന്ത്രമായിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ഫുൾ മിലിറ്ററി യൂണിറ്റ്സ് ആണിതുള്ളത്. അപ്പോൾ അതിനെന്തുണ്ട്? അതിന് ഓരോന്നിനും തന്നെ കരസേനയും വ്യോമസേനയും നാവികസേനയും മിസൈൽ സേനയും എല്ലാം ഉള്ളൊരു സംവിധാനമാണ്. ഡ്രോണുകളുടെ ഉൽപ്പാദനത്തിനും വിക്ഷേപണത്തിനും വേറൊരു ഘടകം. ഇതെല്ലാം തന്നെ ഓരോ യൂണിറ്റിൻ്റെ കീഴിൽ വരും. ഇങ്ങനെ നമുക്കറിയാവുന്ന 31 യൂണിറ്റ് ഇറാനിലുണ്ട്. ഒരുപക്ഷെ ഇറാനിൽ തന്നെ അത് കൂടുതലുണ്ടാവാം. പക്ഷേ സുപ്രധാന ഒരു ചോദ്യം, ഇറാനിൽ മാത്രമേ ഇതുണ്ടാവുള്ളൂ, ഇറാൻ്റെ പുറത്തു വല്ലതും ഉണ്ടോ എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇറാൻ്റെ വെളിയിലും IRGCയുടെ യൂണിറ്റ്സ് ഉണ്ടാവും. കാരണം ഇറാന് ബുദ്ധിയും ബോധമുണ്ടെങ്കിലും ഒരിക്കലും ഇറാൻ്റെ അകത്ത് മാത്രമായിട്ട് വയ്ക്കില്ല. ഇറാൻ്റെ സഖ്യരാഷ്ട്രങ്ങളും സഖ്യപ്രദേശങ്ങളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇറാനുമായിട്ട് സഹവർത്തിത്ത് പോകുന്ന രാജ്യമാണ് ഇന്നത്തെ ഇറാഖ്. അവർക്ക് ഇറാനുമായിട്ട് ഇപ്പോൾ ശത്രുതയില്ല. അമേരിക്കയുടെ പാവ ഗവൺമെൻറ്റൊക്കെ തന്നെയാണ്. അതുപോലെ നിരവധി വിമത ഗ്രൂപ്പുകൾ അവിടെയുണ്ട്, ഗവൺമെൻറ്റിനെതിരായിട്ട് നിൽക്കുന്നവരൊക്കെ. അവരൊന്നും കലാപമുണ്ടാക്കുന്നില്ല, പക്ഷേ സൈനികരായിട്ട് സുസജ്ജരാണ്. ഇവർ ഇറാൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത്. ലെബനിൽ ഹിസ്ബുള്ളയുണ്ട്, വേറെ ഗ്രൂപ്പുകളുണ്ട്, അവർ ഇറാൻ്റെ ഒപ്പം നിൽക്കുന്നു. സിറിയയിൽ ഇതുപോലെ ഗ്രൂപ്പുകളുണ്ട്, ഇറാൻ്റെ ഒപ്പം നിൽക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? അങ്ങനെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞ 3 വ്യക്തികൾ കൂടാതെ നാലാമത്തെ ഒരു വ്യക്തിയുടെ പേര് കൂടെ പറയണം. അദ്ദേഹമാണ് കാസിം സുലൈമാനി. ഇദ്ദേഹം 6-7 വർഷം മുമ്പാണ് ട്രംപ് US പ്രസിഡന്റ് ആയിരുന്ന കഴിഞ്ഞ ആദ്യത്തെ ടൈമിൽ അമേരിക്ക നടത്തിയ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായത്. കൊല്ലപ്പെട്ടത് ഇറാഖിലോ സിറിയയിലോ മറ്റോ വെച്ചിട്ടാണ്. സിറിയയിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇറാന് വെളിയിൽ സന്ദർശനം നടത്തി. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ചാരവിവരങ്ങൾ കിട്ടി. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് അദ്ദേഹത്തെ ഒരു മിസൈൽ ആക്രമണത്തിൽ കൊന്നുകളഞ്ഞു. ഈ വ്യക്തിയാണ് സത്യത്തിൽ ഇറാൻ്റെ തന്ത്രങ്ങളുടെ നട്ടലായിട്ടുള്ള മറ്റൊരാൾ. ഇദ്ദേഹമാണ് ഇറാന് വെളിയിൽ ഇറാൻ്റെ സൈനിക യൂണിറ്റുകൾ സെറ്റ് ചെയ്തത്. ഇറാൻ്റെ സഖ്യകക്ഷികൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്തിട്ട് ഇറാനിലെ IRGCയുടെ ഘടകങ്ങൾക്ക് തുല്യമായ ഘടകങ്ങളാക്കി പുറത്ത് സൃഷ്ടിച്ചത്. ഹമാസിനെ ശാക്തീകരിച്ചു. അവർക്ക് ഭൂഗർഭ നഗരങ്ങൾ ഉണ്ടാക്കാനുള്ള ആശയങ്ങൾ പറഞ്ഞു കൊടുത്തു. ഹിസ്ബുള്ളയെ ശാക്തീകരിച്ചു. ഹിസ്ബുള്ളയ്ക്ക് ഡ്രോണുകൾ വെച്ചിട്ട് കമാൻഡ് ചെയ്യാനും മിസൈലും ഡ്രോണുകളും വെച്ച് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതെല്ലാം ചെയ്തു കൊടുത്തു. ഹൂതികളെ ശാക്തീകരിച്ചു. ഇതുകൂടാതെ ഇറാഖിലുള്ള വിവിധ യൂണിറ്റുകളെ, ചുരുക്കി പറഞ്ഞാൽ ഇറാന് വെളിയിൽ ഇറാനെ സഹായിക്കാൻ വേണ്ടി 5-6 വിവിധ ഗ്രൂപ്പുകൾ, ഒരുപക്ഷെ അതിൽ കൂടുതൽ അവിടെയുണ്ട്. ഇവയെ പ്രോക്സി ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നതാണ് കറക്റ്റ്. പ്രോക്സി എന്ന് വെച്ചാൽ പ്രതിനിധി എന്ന് വേണം പറയാം, ആൾപേര്. യഥാർത്ഥ ആളിന് പകരമായിട്ട് നിൽക്കുന്ന മറ്റൊരാൾ, ഒരു കപടൻ,
ഇല്ല ഒരു അപരൻ അങ്ങനെ നിൽക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ. ഇത് പ്രോക്സി ഗ്രൂപ്പുകളാണ്, അത്രയും ഗ്രൂപ്പുകളാണ്. ഇവരെല്ലാം ഓരോ വാർ ഗ്രൂപ്പുകളാണ്. അത് പ്രാദേശിക ട്രൈബുകളുടെ ആൾക്കാരോ അല്ലെങ്കിൽ മുൻ വിമത സൈനികരുടെ ആൾക്കാരോ ഒക്കെയാണ്. പക്ഷേ ഇത്തരം ഗ്രൂപ്പുകളെ കൊണ്ട് വലിയൊരു സന്നാഹം ഇറാന് വെളിയിലുണ്ടാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ നിന്നോ ഗൾഫിലുള്ള ഏതെങ്കിലും സൈനിക യൂണിറ്റിൽ നിന്നോ അമേരിക്കൻ പട്ടാളക്കാർക്ക് മാർച്ച് ചെയ്ത് ഇറാൻ്റെ അതിർത്തി ചെന്ന് കരയുദ്ധം നടത്തണമെങ്കിൽ അത് എളുപ്പത്തിൽ സാധിക്കില്ല. ഇവരെല്ലാം നേരിടേണ്ടി വരും. അത് മാത്രമല്ല, അങ്ങനെ ഒരു കൂട്ടർ ഇറാനിലേക്ക് സൈനിക നീക്കം നടത്തി ഇറാനെ കീഴടക്കാൻ അമേരിക്കൻ പട്ടാളക്കാർ പോയാൽ, ഇസ്രായേൽ പട്ടാളക്കാർ പോയാൽ, ആ ഇസ്രായേലിനെ മിനിമം 3 വശത്ത് നിന്ന് ആക്രമിക്കാൻ ഇത്തരം ഗ്രൂപ്പുകൾക്ക് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സമാധാനകാലത്ത് ഇതൊരു ട്രാപ്പായിട്ട് തോന്നില്ല, പക്ഷേ യുദ്ധകാലത്ത് അതിൻ്റെ പ്രശ്നം ശരിക്കും മനസ്സിലാവും. ഇതൊരു ചെറിയ സംഭവമല്ല. ഇതെന്ന് പറഞ്ഞാൽ ലോകത്തെ അതിപ്രാചീനമായ യുദ്ധതന്ത്രങ്ങളുടെ ഭാഗമാണ്. നമുക്ക് തോന്നുന്നത് വളരെ പുതിയതാണ്. ഡീസെൻട്രലൈസ്ഡ് മൊസൈക്ക് ഡിഫൻസ് സിസ്റ്റം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കൊന്നും വളരെ പുതിയതാണ്. പുതിയതൊന്നുമല്ല, ഇത് പണ്ടേ ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ ചോള പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്ത്, ഈവൻ ചേര രാജാക്കന്മാർ പോലും തമിഴ്നാട്, കേരളം, തുളുനാട് എന്നീ പ്രദേശങ്ങളിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു പ്രാചീന സമ്പ്രദായം തന്നെയാണിത്. രാജാവ് കൊല്ലപ്പെട്ടാലും രാജ്യം തുടരും, യുദ്ധം തുടരും. എതിരാളിക്ക് പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്താൻ പറ്റില്ല, എതിരാളിയുടെ ജീവനും പോവും. ഒരു പക്ഷേ ഞാനൊരു സിനിമയുടെ കാര്യം പറഞ്ഞിട്ട് ഇതിനെപ്പറ്റി കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ആ സിനിമ എന്ന് വെച്ചാൽ പൊന്നിയിൻ സെൽവൻ എന്നുള്ള സിനിമയാണ്. ആ സിനിമയുടെ കഥ എന്താണ്? രാജരാജ ചോളൻ രാജാവാകാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ കഥ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ആദിത്യ കരികാലനുണ്ട്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ പരാന്തക ചോളനുണ്ട്. ഇവരെല്ലാം തന്നെ ഒരു കൃത്യമായൊരു ഭീഷണി അനുഭവിക്കുന്നു. ഒരു കൂട്ടം വിമതർ അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇതാണ് നമ്മൾ ആ സിനിമ കാണുന്നത്. ആരാണ് ഈ വിമതർ? അവർ പാണ്ഡ്യരാജാവിൻ്റെ ആൾക്കാരാണ്. പാണ്ഡ്യരാജാവിനെ ചതിയിൽ കൊന്നതിന് പ്രതികാരം ചെയ്യാമെന്ന ഒരു കൂട്ടം ആൾക്കാർ, രവിദാസൻ എന്നൊക്കെ പേരുള്ള ചില ആൾക്കാർ സിനിമയിൽ വരുന്നുണ്ട്. സത്യത്തിൽ ഞാൻ ആദ്യം ഓർത്തത് ആ കഥാപാത്രങ്ങളെല്ലാം കൽക്കി എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഭാവനാ സൃഷ്ടിയാണെന്നായിരുന്നു. പക്ഷേ ചോളനാട്ടിലെ ഒരു ശിലാലിഖിതത്തിൽ പറയുന്നുണ്ട്, ആദിത്യ കരികാലനെ കൊന്നതിന് രാജാവ് ശിക്ഷിക്കുന്നത് രവിദാസൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുക്കൾ രാജരാജ ചോളൻ കണ്ടുകെട്ടുന്നു എന്നൊരു റോയൽ ഓർഡർ തന്നെയുണ്ട്. ഇതൊരു ശിലാലിഖിതത്തിലുണ്ട് ഇങ്ങനെ ചെയ്തതായിട്ട്. അതിനർത്ഥം ഇത് സംഭവിച്ചതാണ്. അപ്പോൾ എതിരാളിയായിട്ടുള്ള രാജാവിനെ കൊന്നു, പക്ഷേ യുദ്ധം തുടർന്നു. ഇതാണ് സംഭവിച്ചത്. എന്ന് പറഞ്ഞാൽ ചേര, ചോള, പാണ്ഡ്യ നാടുകളിൽ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. സെൻട്രൽ കമാൻഡിരിക്കുന്ന രാജാവ് കൊല്ലപ്പെട്ടാലും രാജാവിനെ പോലെ തന്നെ കമാൻഡ് ഏറ്റെടുത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി വേറെ കുറേ പേരുണ്ടാവും. ഇങ്ങനത്തെ നിരവധി യൂണിറ്റുകൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. സത്യത്തിൽ ഇത്തരമൊരു ഭീഷണിയെ മറികടന്ന്, ഇത്തരം ഈ സൈനിക യൂണിറ്റുകളുടെ ഭീഷണിയെ കേരളത്തിനകത്ത് മറികടന്ന രണ്ടുപേരേ ഉള്ളൂ. ഒന്ന് കേരളത്തിന് പുറമേ നിന്ന് കേരളം ആക്രമിച്ച് കയറിയ ടിപ്പു സുൽത്താൻ. രണ്ട്, കേരളത്തിനകത്തു നിന്ന് വടക്കോട്ട് ആക്രമണം നടത്തിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവ്. ഈ രണ്ടുപേരാണ് ഇത്തരം ചാവേർ യൂണിറ്റുകളുടെ ഭീഷണി ഇല്ലാണ്ടാക്കിയത്. അതായത് അവരുടെ സൈന്യങ്ങൾ അത്രയും വലുതായിരുന്നു, സൈനിക തന്ത്രങ്ങളും വിഭിന്നമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അത് സാധിച്ചത്. എങ്കിൽ പോലും ഇത്തരം ഒരു യൂണിറ്റിനെ അല്ലെങ്കിൽ പല യൂണിറ്റുകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന തിരുവിതാംകൂറിന് മുന്നിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെടും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ 250 വർഷം മുമ്പ് വരെ ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ഉണ്ടായിരുന്നു. 250 വർഷം മുമ്പ് വരെ ഡീസെൻട്രലൈസ് സിസ്റ്റം ഈ നാട്ടിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് തമിഴ്നാട്ടിലെ ചരിത്രബദ്ധരാണ്. അവർ തന്നെയാണ് പറഞ്ഞത് സത്യത്തിൽ ഇത്തരം സിസ്റ്റം നമ്മുടെ ഈ നാട്ടിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിനെ കമ്പയർ ചെയ്ത് ചിന്തിച്ചത്. അവരിത് പറഞ്ഞു തരുകയും ചെയ്തു. ഇത്തരം സിസ്റ്റം എവിടം തൊട്ട് എവിടം വരെ ഉണ്ടായിരുന്നു വെച്ചാൽ അഫ്ഗാനിസ്ഥാൻ തൊട്ട് ജപ്പാൻ വരെയാണ് ഇങ്ങനത്തെ സിസ്റ്റം ഉണ്ടായിരുന്നത്. ഇത്തരം ഡീസെൻട്രലൈസ്ഡ് യൂണിറ്റുകൾ ഉണ്ടായിരുന്ന നാടുകൾ. അത് ഇറാൻ ആ ഒരു പ്രാചീനമായൊരു സിസ്റ്റം. പണ്ടത്തെ അവരുടെ ഇറാനിയൻ, പേർഷ്യൻ ഭരണകൂടത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവാം. എന്തായാലും അവരത് നടപ്പാക്കി. അത് നടപ്പാക്കിയതിൻ്റെ ഗുണം എന്താണ്? എന്താണെന്ന് വെച്ചാൽ ഇറാൻ തകരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ്റെ ഏറ്റവും വലിയ സൈനിക തന്ത്രം എന്ന് പറയുന്നത് യുദ്ധത്തിനായിട്ട് വിമാനങ്ങളെ ആശ്രയിക്കാതെ മിസൈലുകളെയും ഡ്രോണുകളെയും ആക്രമിച്ചു. ഇതിന് വേണ്ടുന്ന ടെക്നോളജി ഉണ്ടാക്കി. ആ ടെക്നോളജി പല രാജ്യങ്ങളിൽ നിന്ന്, റഷ്യയിൽ നിന്നും ഉത്തര കൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ ആയിട്ട് സംഘടിപ്പിച്ചു. എന്നിട്ട് അവർ ഡ്രോണുകൾ നിർമ്മിക്കുന്നു. ഇന്ന് ഡ്രോണുകൾ അവർ റഷ്യയ്ക്ക് വരെ കൊടുക്കുന്നുണ്ട്. റഷ്യയുടെ സഹായം എടുക്കുന്നുണ്ട്, റഷ്യയ്ക്ക് ഡ്രോണുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ GPS സ്പൂഫിംഗ് വഴി അവർ എതിരാളിയുടെ വിമാന ഡ്രോൺ സംവിധാനങ്ങളെ കബളിപ്പിക്കുക വരെ ചെയ്യുന്നുണ്ട്. അതും ഇറാൻ നടപ്പാക്കിയിട്ട് അമേരിക്കയുടെ ഒരു ഡ്രോണിനെ കബളിപ്പിച്ച് ഇറാനിൽ ഇറക്കുക വരെ ചെയ്തിട്ടുണ്ട്. അത് 20 കൊല്ലം മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പറന്നു വന്നൊരു ഡ്രോണിനെയാണ് അവർ ഇറാനിൽ ഇറക്കി അതിൻ്റെ ടെക്നോളജി റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് പഠിച്ചത്. അതുപോലെ തന്നെ സദ്ദാം ഹുസൈൻ്റെ കാലത്ത് സദ്ദാം ആക്രമണം നടത്തിയപ്പോൾ US സഹായത്തോടെ ഉണ്ടാക്കിയ സ്കഡ് മിസൈലുകൾ അന്ന് ഇറാനിൽ പതിച്ചിരുന്നു. ആ സ്കഡ് മിസൈലിൻ്റെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് അവർ മിസൈൽ ടെക്നോളജി പഠിച്ചിട്ടുണ്ട്. പലതരം മിസൈലുകളുടെ ടെക്നോളജി അവർ ആവിഷ്കരിച്ചു.
അപ്പോൾ ചുരുക്കത്തിൽ മൾട്ടിപ്പിൾ വാർഹെഡ്സ് ഉള്ള മിസൈൽ വരെ ഇന്ന് അവരുടെ കയ്യിലുണ്ട്. ദീർഘദൂര മിസൈലുണ്ട്, ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്, ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്, ക്രൂയിസ് മിസൈൽസ് ഉണ്ട്. ഇങ്ങനെ നിരവധി തരത്തിലുള്ള മിസൈലുകൾ അവരുണ്ടാക്കിയിരിക്കുന്നു. റഷ്യയുടെയും ചൈനയുടെയും സഹകരണം അവർക്കുണ്ട്. GPS അവർ ആശ്രയിക്കുന്നില്ല. GPS കബളിപ്പിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. എല്ലാം തന്നെ കഴിഞ്ഞ 40 വർഷമായിട്ട് ചെയ്തു തീർത്താണ്. ഞാൻ ആദ്യം പറഞ്ഞ ആ 3 പേരുകൾ, അതായത് തഹറാനി, അത് ഹജാദെ, ദെൻ ജാഫറി, ഈ 3 പേരും പിന്നെ കാസിം സുലൈമാനിയുമാണ് ഇതിൻ്റെ എല്ലാം തന്ത്രത്തിൻ്റെ യഥാർത്ഥ ആശാന്മാർ. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു മതപൗരോഹിത്യം ഇറാന് നേതൃത്വം കൊടുക്കുന്നു. ആയത്തുള്ള ഖമൈനി എന്ന് പറയുന്ന ആൾ അവിടെ നിന്ന് ഭരിക്കുന്നു. ഇപ്പം മുജ്തബ ഖമൈനിയാണുള്ളത്. പക്ഷേ തന്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം ആൾക്കാരാണ്. അപ്പോൾ തന്ത്രങ്ങളുടെ ഏറ്റവും വലിയ വക്താവ് ഏറ്റവും മുകളിലല്ല ഇരിക്കുന്നത്. തന്ത്രശാലിയായിട്ടുള്ള ആൾക്കാർ താഴെയാണ് ഇരിക്കുന്നത്. അവർ കൊല്ലപ്പെടുന്നില്ല. അതുപോലെ സൈന്യത്തെ പലതായിട്ട് വിഭജിച്ചിരിക്കുന്നു. അതിൻ്റെ നേതൃത്വം കൊല്ലപ്പെടുന്നില്ല. ഒരു ഇറാനിയൻ സൈന്യത്തെ കീഴടക്കുന്നതിന് പകരം 31 ഇറാനിയൻ സൈന്യങ്ങളെ എങ്കിലും കീഴടക്കിയാലേ ഇറാനെ കീഴടക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവരുടെ നേതാക്കന്മാർ എവിടെ ഇരിക്കുന്നറിയില്ല, കമാൻഡുകൾ എവിടെയെന്ന് അറിയാൻ പറ്റില്ല. ഡീസെൻട്രലൈസ്ഡ് കമാൻഡ് ആകുമ്പോൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നറിയില്ല. പിന്നെ ഇറാൻ്റെ മറ്റൊരു മെച്ചം എന്ന് പറയുന്നത് ഹോർമുസ് കടലിന് മുകളിൽ അവർക്കുള്ള ആധിപത്യമാണ്. അവർ അവിടെ നിരവധി വാട്ടർ മൈൻസ് ഇട്ടിരിക്കുന്നു. അതായത് വാട്ടർ മൈൻ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ആഴത്തിൽ മാത്രം തങ്ങി നിൽക്കുന്ന ഒരു തരം ബോംബാണത്. ഈ മൈനുകൾ പൊട്ടിയാൽ, അതൊരു കപ്പൽ എന്നത് തട്ടിയാൽ ഈ മൈനുകൾ പൊട്ടിപ്പോകും. അതുകൊണ്ട് ഇറാൻ നിശ്ചയിക്കുന്ന പാതയിൽ കൂടെ മാത്രമേ ഇന്ന് എണ്ണക്കപ്പലുകൾക്കോ യുദ്ധക്കപ്പലുകൾക്കോ ഹോർമുസ് കടലുകളിലേക്ക് കടക്കാനും ഇറങ്ങാനും പറ്റുള്ളൂ. അങ്ങനെ ഒരു സിസ്റ്റം അവർക്കുണ്ടായി. പിന്നെ ഇറാൻ സ്വന്തമായിട്ട് വിമാനങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. പലരും വിചാരിക്കുന്നത് ഷാ ഭരണകാലത്ത് കിട്ടിയ അമേരിക്കൻ വിമാനങ്ങൾ മാത്രമേ യുദ്ധവുമായിട്ട് അവർക്കുള്ളൂ എന്നാണ്. ഒരിക്കലുമല്ല. ഇറാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ 3 തരം യുദ്ധവിമാനങ്ങളിൽ അവർക്കുണ്ട്. അതവർ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്നാലോ സ്വന്തം വ്യോമശേഷി മുഴുവൻ നശിച്ചുപോയി എന്ന് കാണിക്കാൻ പാകത്തിൽ അവരെ അമേരിക്കയെ കബളിപ്പിച്ചു. ഒന്ന്, റൺവേകളിൽ അവർ വിമാനത്തിൻ്റെ ഒരു രൂപരേഖ കറുത്ത പെയിൻറ്റിൽ വരച്ചിട്ടു. ഇത് വിമാനമാണെന്നോർത്ത് AI ബേസ്ഡ് ആയിട്ടുള്ള അമേരിക്കൻ ബോംബുകൾ അവിടെ ചെന്ന് പതിച്ചു. പെയിൻറ്റിൻ്റെ മുകളിലാണ് വീണേക്കണം, വിമാനത്തിൻ്റെ മുകളിലല്ല. പിന്നെ ഇറാൻ്റെ അനേകം സൈനിക സംവിധാനങ്ങൾ വ്യാജമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഡമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിമാനങ്ങളുടെ ഡമ്മിയുണ്ട്, ടാങ്കുകളുടെ ഡമ്മിയുണ്ട്, കവചിത വാഹനങ്ങളുടെ ഡമ്മിയുണ്ട്. ഈ ഡമ്മി ഉണ്ടാക്കുന്നത് 2ാം ലോകയുദ്ധം തൊട്ടുള്ള ഒരു ട്രിക്കാണത്. അതവർ വീണ്ടും പ്രയോഗിച്ചു. അമേരിക്ക ഇത്രയധികം ബോംബാക്രമണം നടത്തി, 10-30,000 സ്ഥലത്ത് ബോംബിട്ടു. പക്ഷേ പലതും ഡമ്മിയുടെ മുകളിലാണ് വീണത്. അതിന് മാത്രം ഡമ്മി സിസ്റ്റം അവരുണ്ടാക്കി വെച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കബളിപ്പിക്കാനുള്ള എല്ലാ സംവിധാനവും, അത് ഡമ്മി സിസ്റ്റം ഉണ്ടാക്കി വെച്ച് കബളിപ്പിക്കുന്നുണ്ട് തൊട്ട് GPS കബളിപ്പിക്കുന്ന വരെയുള്ള നിരവധി കാര്യങ്ങൾ ഇറാൻ ചെയ്തു വെച്ചു. ഇതുകൂടാതെ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം, വിവിധ തരത്തിലുള്ള മിസൈലുകൾ, ഭൂഗർഭാറകൾ, ജനങ്ങൾക്കുള്ള കവചങ്ങൾ, സംരക്ഷണങ്ങൾ എല്ലാം ഉണ്ടാക്കി. ഇതിനൊക്കെ പുറമെ ഏറ്റവും മുകളിലായിട്ട് ഇറാൻ ഒരു വലിയ ലിവറേജ് ഉണ്ട്. അതായത് പരിപൂർണമായിട്ട് അമേരിക്ക ഇറാനെ ആക്രമിച്ച് നശിപ്പിക്കാൻ ഒരു മടിയുണ്ട്. എന്താണ് കാരണം എന്ന് വെച്ചാൽ ഇറാനിൽ ധാരാളം പെട്രോളിയം ഉണ്ട്. അവിടുത്തെ റിഫൈനറികളും എണ്ണ ഉൽപ്പാദനശാലയും നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അവരെ കീഴടക്കിയാൽ പോലും അമേരിക്കയ്ക്ക് എത്രയോ ബില്യൺ ഡോളേഴ്സ് മുടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ സ്കെയിൽ അറ്റാക്ക് അവിടെ നടത്താൻ അമേരിക്ക വളരെ ബുദ്ധിമുട്ടുണ്ട്. പരിപൂർണമായിട്ട് ജനങ്ങളെയോ ഇൻഡസ്ട്രിയോ അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളോ നശിപ്പിച്ചുകൊണ്ട് ഒരു അറ്റാക്ക് നടത്താൻ അമേരിക്ക ഇന്നും ബുദ്ധിമുട്ടാണ്. ഇറാനും തിരിച്ച് അതുപോലെ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഗൾഫ് രാജ്യത്തെ ജനങ്ങളെ അതുപോലെ ബുദ്ധിമുട്ടിക്കാൻ ഇറാനും ആഗ്രഹിക്കുന്നില്ല. ഇത് ഒരു പരസ്പരമുള്ള മെച്ചമാണെങ്കിലും ഏതൊരു ഘട്ടത്തിലും ഒരുപക്ഷെ ഒരു അണുബോംബ് ഇറാനിൽ വീണേക്കാം. കാരണം അമേരിക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പണ്ട് അണുബോംബ് ഇട്ടൊരു ചരിത്രം അവർക്കുണ്ട്. അങ്ങനെ അണുബോംബ് ആക്രമണം ഉണ്ടായാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇറാൻ്റെ അണുബോംബ് ഉണ്ടാക്കിയിട്ടുണ്ടോ അവരിത് പ്രയോഗിക്കുമോ എന്ന് ലോകത്തിന് പോലും മനസ്സാവുള്ളൂ. അതോ ഇറാന് വേണ്ടി റഷ്യ ഒരു അണുബോംബ് പ്രയോഗിക്കുകയോ ഇല്ലയോ എന്നും കൂടി ഈ ലോകം കാത്തിരുന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും.